പൊതുവെ വിമർശകൻ എന്നാണ് പാസ്റ്ററെ അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു വരുന്നവരെ വിമർശിച്ചത് കൊണ്ട് അവർക്ക് ദോഷമായി ബാധിക്കത്തില്ല? അതൊന്ന് വിശദീകരിക്കാം. അതായത് നമ്മൾ ഈ വിമർശനത്തെ കുറിച്ച് പറയുമ്പം നമ്മൾ എപ്പോഴും ഈ പൊതുസമൂഹം കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വിമർശിക്കുന്നത് ഒരിക്കലും വ്യക്തികളെ അല്ല. വ്യക്തികളെ വിമർശിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയില്ല, എന്നെ ഏൽപ്പിച്ചിട്ടില്ല. കാരണം ഒരാളുടെ ജീവിതത്തിലെ കുറവ് കണ്ടുപിടിച്ച് ടോർച്ചടിച്ച് പുറകെ നടക്കുക, അവൻ എങ്ങോട്ട് പോയി, അവൻ ആരുടെ കൂടെ പോയി, ഇതൊന്നും നമ്മുടെ ജോലിയല്ല. അതൊക്കെ ദൈവം നോക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എന്തിനെ വിമർശിക്കുന്നു? തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവനെ നമ്മൾ വിമർശിക്കേണ്ടി വരുന്നു. അത് ഒന്നുകൂടി ഞാൻ ഒന്ന് വ്യക്തമാക്കാം. വ്യഭിചാരം ചെയ്യുന്നവൻ തന്നെത്താൻ നശിക്കുന്നു. അവൻ തൻ്റെ ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു, അവൻ തന്നെത്താൻ നശിക്കുന്നു. പക്ഷെ ദുരുപദേശം പ്രസംഗിക്കുന്നവൻ അത് കേൾക്കുന്ന ഒരു സമൂഹത്തെ നശിപ്പിക്കും. ഈ വ്യഭിചാരം ചെയ്തവന് ഒരു പക്ഷേ മാനസാന്തരം ഉണ്ടായി നിലവിളിച്ച് അപ്പ പറ്റിപ്പോയപ്പ ഞാൻ ഇനി ആവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് നെടുമ്പാട് വീണ് നിലവിളിച്ചാൽ ദൈവം അവനോട് ക്ഷമിച്ചേക്കാം. തീർച്ചയായും നാളെ അവനെ ദൈവം ഉപയോഗിച്ചേക്കാം, മേ ബി, നമുക്കറിയില്ല, ദൈവം ക്ഷമിച്ചേക്കാം. പക്ഷെ ദുരുപദേശം പ്രസംഗിക്കുന്ന ഒരുത്തൻ ഒരു കാലയളവ് മുഴുവൻ ഒരു കൂട്ടം ആളുകളെ തെറ്റ് പഠിപ്പിച്ച് വെച്ചിട്ട് ഇവൻ ഒരിക്കൽ പറയാണ്, സോറി കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ പഠിപ്പിച്ചത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടെന്ന് വരാം. പക്ഷെ ആ ഒരു സമൂഹം മുഴുവൻ നാശത്തിലേക്ക് പോയി. അതിന് കൃത്യമായ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഞാൻ ആരുടെയും പേര് ഈ മീറ്റിങ്ങിൽ പറയാനായിട്ട് ആശിക്കുന്നില്ല. അങ്ങനെ തിരുത്തി ഞാൻ പഠിപ്പിച്ചത് തെറ്റിപ്പോയി എന്ന് പരസ്യമായി പറഞ്ഞ പ്രസംഗർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം നമ്മൾ ആശയത്തെ, ഇവർ പഠിപ്പിക്കുന്ന ആശയത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എതിർക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വിമർശനം നടത്തിയിട്ട് അതെന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ഒത്തിരി പേര് ഇതിലേക്ക് തിരിച്ചു വന്നു, പ്രയോജനമുണ്ടായെന്ന് പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടോ? ഈ വിമർശനം കൊണ്ട് ആർക്ക് പ്രയോജനം? അതാണ് ഒരു ക്വസ്റ്റ്യൻ. ആർക്ക് പ്രയോജനം എന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ ഈ വിമർശിക്കുന്നത് ഈ ദുരുപദേശം പ്രസംഗിക്കുന്ന പ്രസംഗകരെ നന്നാക്കാനല്ല. അത് ഒന്ന് വ്യക്തമായി പൊതുസമൂഹം മനസ്സിലാക്കണം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങളിത് പബ്ലിക്കിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് പറയാതെ അവരെ ഫോൺ ചെയ്ത് അവരോട് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. അത് ഒരു നല്ല ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ട് നമ്മൾ പബ്ലിക്കിൽ പറയുന്നു? ഇത് സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ പറയുന്നു? ഒരാൾ എന്നോട് ചോദിച്ചു, ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കൽ അയച്ച് നേരിട്ടാണ് പറഞ്ഞത്, അല്ലേ? അല്ലാതെ സോഷ്യൽ മീഡിയ കൂടെ വിളംബരം ചെയ്യുകയല്ലായിരുന്നു എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. അത് ഒറ്റ വാക്കിൽ അത് കേൾക്കുമ്പം അത് ശരിയാണെന്നല്ലേ തോന്നുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ തോന്നിയത്? അത് കറക്റ്റ് ആണല്ലോ എന്നല്ലേ തോന്നി? പക്ഷെ ഞാൻ ചോദിക്കുക, ദാവീദിന്റെ അടുക്കൽ നാഥാനെ അയച്ച് നേർക്ക് നേരെ കാര്യം പറഞ്ഞ് തീർത്തല്ലോ? തീർത്തു. പക്ഷേ ഇന്ന് ഈ 2026 ഒരു പുതിയ വിശ്വാസിക്ക് നിങ്ങളൊരു ബൈബിൾ കൊടുക്കുകയാണെങ്കിൽ ദാവീദ് ഊരിയാവിന്റെ ഭാര്യയുമായി ബന്ധം പുലർത്തിയ കാര്യം ആരറിയുന്നു? പുതിയ വിശ്വാസി അറിയുന്നു. അന്ന് പറഞ്ഞു വിട്ട കാര്യമാണ്. അപ്പം ഇന്നൊരു പുതിയ വിശ്വാസി കൂടെ ആ സംഭവം അറിയത്തക്ക വണ്ണം പുസ്തക രൂപത്തിൽ ഇത് എഴുതുവാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ലേ? അതെ, തീർച്ചയായിട്ടും. മനസ്സിലായോ ഞാൻ പറഞ്ഞു? അപ്പം ദാവീദ് നേരിട്ട് പറഞ്ഞ വിഷയം ശരിയാ. പക്ഷെ ദൈവത്തിന്റെ നിലപാട്, ഇനി എൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണെന്ന് പറഞ്ഞാലും ചെയ്ത തെറ്റിനെ തെറ്റെന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. അവിടെ മുഖപക്ഷമില്ല. ഇപ്പം ഞാൻ വിശ്വസിച്ചിരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ബാക്ക്ഗ്രൗണ്ടാണ്. ഒരു വരി ഇതിനോട് ചേർത്ത് പറയണം. അവിടെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ, ഓക്കെ, അത് എൻ്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഞാൻ നിനക്കത് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉടനെ ഒരു സൂക്തം ഇറക്കി സംരക്ഷിക്കുക. ഈ പുസ്തകത്തിൽ ദൈവം അങ്ങനല്ല. ഇവിടെ ഇനി എൻ്റെ ഹൃദയപ്രകാരമുള്ളവനാന്ന് പറഞ്ഞാലും ഇവിടെ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് നേരിൻ്റെ വഴിയാണ്. അതൊന്ന്. ഇനി ഫോണിൽ വിളിച്ചു പറഞ്ഞുകൂടെ എന്ന ചോദ്യത്തിൻ്റെ മറ്റൊരു ഉത്തരം കൂടെ ഉണ്ട്. പാസ്റ്റർ പേര് സുമിത്ത്. ഞാൻ ചോദിക്കുക, ഇപ്പോൾ സുമിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സഭ നടത്തുന്നു. ആ സഭയിൽ സുമിത്ത് എന്ന് പറയുന്ന പാസ്റ്റർ ഒരു ദിവസം, നിങ്ങൾ കഷ്ടപ്പെട്ട സഭയാണ്, താങ്കൾ കഷ്ടപ്പെട്ട് താങ്കൾ അധ്വാനിച്ച് നേടിക്കൊണ്ടുവന്ന വിശ്വാസികളാണ്, ഇതിൽ ഷമീറിന് പങ്കൊന്നുമില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിക്കൊണ്ടുവന്ന ഒരു 10-50 പേരടങ്ങുന്ന ഒരു സഭയിൽ സുമിത്ത് പാസ്റ്റർ ഒരു ഞായറാഴ്ച പറയുകയാണ്, എനിക്കൊരു നിയോഗമുണ്ട്, ഇന്ന് നമുക്കെല്ലാവർക്കും തലകുത്തി നിന്ന് ആരാധിക്കണം. നിങ്ങൾക്ക് നിയോഗമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ തലകുത്തി നിന്ന് ആ സഭയിൽ എല്ലാവരും ആരാധിച്ചു എന്നിരിക്കട്ടെ, ഉദാഹരണം. ഇത് ചോദ്യം ചെയ്യാൻ ഷമീറിന് റൈറ്റില്ല. ഷമീർ എന്തിനാ ഇത് ചോദ്യം ചെയ്യുന്നത്? നിങ്ങൾ നേടിയ അവിശ്വാസികളെ നിങ്ങൾ തലകുത്തി നിന്നോ, നിങ്ങൾ എങ്ങനെയോ ആരാധിച്ചോട്ടെ,
അത് ഷമീറിൻ്റെ വിഷയമല്ല, റൈറ്റ്, ഞാനതിൽ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഇത് നിങ്ങൾ ലൈവായിട്ട് പുറത്തു വിടുമ്പോൾ, ഇത് നിങ്ങളുടെ സഭയിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ചെയ്ത കാര്യമാണ്, ഞാൻ ചോദിക്കണ്ട. ഇത് നിങ്ങൾ ലൈവായിട്ട് അങ്ങ് പുറത്തു വിടുക, ലൈവായിട്ട് പുറത്തു വിടുകയും ഇത് ഇവിടുത്തെ ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും മർത്തോമക്കാരും എല്ലാം കൂടെ എടുത്തിട്ടിട്ട് ദേ പെന്തിക്കോസുകാർക്ക് വട്ട് കയറി ഇവന്മാർ തലകുത്തി നിന്ന് ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനും ഒരു പെന്തക്കോസ്തുകാരനാണ്, ഞാനും അതിലേക്ക് ഉൾപ്പെടുകയാണ്. അപ്പോൾ ഈ പെന്തക്കോസുകാരല്ല ഇങ്ങനെയാന്ന് പറഞ്ഞു ഒരു സമൂഹത്തെ മുഴുവൻ അഡ്രസ്സ് ചെയ്ത് ഇവരലക്കുന്ന കാണുമ്പോൾ നമ്മൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാകും. അപ്പം നമ്മൾ രംഗത്ത് വന്നിട്ട് പറയും, ദേ ഈ തലകുത്തി നിന്ന് ആരാധിക്കുന്ന വട്ടന്മാരുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവും ഇല്ലയെന്ന് നമ്മൾ പറയേണ്ടി വരും. ഇതാണ് പലപ്പോഴും നമ്മൾ പബ്ലിക്കിൽ വിമർശിക്കുന്നത്. ഇവരെന്തിനിത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ലൈവ് വിട്ട് ഈ പുസ്തകത്തെ കോമാളിയാക്കുന്നു? ഇവർക്ക് എന്ത് വേണമെങ്കിലും അവരുടെ പേഴ്സണൽ അവരുടെ സഭയിലാകരുതോ? തീർച്ചയായും. എന്തിനാണിത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിനെ അപഹാസ്യമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കേണ്ടതായ സാഹചര്യം വരുന്നത്. ഞാൻ ചോദിക്കട്ടെ പാസ്റ്ററെ, ഈ സഭയിലെ പാസ്റ്റേഴ്സ് ഇത് പഠിപ്പിച്ചെങ്കിൽ പ്രയോജനമല്ലേ? നിങ്ങളെപ്പോലുള്ളവർ വിമർശിക്കാതെ ഈ പാസ്റ്റേഴ്സും കൂടെ സഭകളിൽ ഇത് പഠിപ്പിക്കുകയാണെങ്കിൽ ഒത്തിരി മാറ്റം ഉണ്ടാകില്ലേ? ഇവിടെ തെറ്റിപ്പോകുന്നത് ബലഹീന വിശ്വാസികളാണ്. ഒരാൾ രക്ഷയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ അയാൾ ബൈബിളിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് തികഞ്ഞിട്ടല്ല വരുന്നത്. അദ്ദേഹം ഒരു ബലഹീന വിശ്വാസി എന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബലഹീന വിശ്വാസിയായ ഒരാൾ വരുമ്പോൾ ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഒരു പരിധിവരെ പഠിച്ചെടുക്കാൻ ഒരു സമയമുണ്ടാകും. ആ സമയത്തിനുള്ളിൽ ഈ ചെന്ന് പെടുന്ന കൈ റോങ് ആണെങ്കിൽ ഇവൻ കഠിനപ്പെട്ടു പോകും. പെന്തക്കോസുകാരെല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്യും? അവൻ അവൻ്റെ വഴിക്ക് പോകും. പിന്നെ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഒരു അവിശ്വാസിയെ നമുക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നിട്ട് പിന്മാറിപ്പോയ ഒരുത്തനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. കാരണം അവൻ കഠിനപ്പെട്ടു പോയവനാണ്. ഇതിൻ്റെ അകത്ത് ഇതൊരു കൊച്ചു സ്വർഗമാണെന്ന് വിശ്വസിച്ച് ഇങ്ങോട്ട് വരികയും ഇതിൻ്റെ അകത്ത് നിന്ന് തിക്തമായ അനുഭവങ്ങളും മുറിവുകളും ഏറ്റുവാങ്ങി അവൻ പോകുമ്പോൾ അവൻ പിന്നെ പെന്തക്കോസുകാരെല്ലാം ഇങ്ങനാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് അവൻ രംഗത്ത് വരും. പക്ഷേ സത്യം എന്താ? അവൻ നല്ല കയ്യിൽ ഇതുവരെ പെട്ടിട്ടില്ല. അവൻ ചെന്ന് പെട്ടത് മൊത്തം ഈ ഉടായ്പിൻ്റെ കയ്യിലായിപ്പോയി, തെറ്റായ സ്ഥലങ്ങളിൽ ചെന്ന് വിടും. എക്സാക്ട്ലി. അപ്പം ശരിയായ പഠിപ്പിക്കൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഏത് ചർച്ചിൽ പോകണം അതൊന്ന് പറഞ്ഞതാ എന്ന് ചോദിക്കുക. നമുക്കൊരു ഇന്ന ചർച്ചിൽ നിങ്ങൾ പോകുന്നത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ ഞാൻ പറയും, നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോ, പക്ഷെ ഒറ്റ കാര്യം, നിങ്ങൾ പോകുന്ന ചർച്ചിൽ നിത്യതയെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ ഉണ്ടായിരിക്കണം. കാരണം ശിഷ്യന്മാർ കർത്താവിനോട് പറയാ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? എന്താ കാര്യം? നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കലാണ് ഉള്ളത്. അപ്പം നിത്യതയെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ ഇല്ലാത്തതൊന്നും ദൈവസഭയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല, അത് ഏത് സംഘടനയായാലും. അപ്പോൾ ഈ പൊതു പ്രസംഗങ്ങളിൽ ഇങ്ങനെയുള്ള സഭകളിൽ പോയിക്കൂടെ എന്നും കൂടെ പഠിപ്പിച്ചുകൂടെ? എങ്ങനെയുള്ള സഭ? രക്ഷിക്കപ്പെട്ട് പാസ്റ്റർ പൊതുസ്ഥലങ്ങളിൽ പ്രസംഗം നടത്തുന്നു. അതെ. ആ പ്രസംഗം കേട്ട് ഒരുവൻ യേശുവിൽ വിശ്വസിച്ച് വരുമ്പോൾ അവൻ എവിടേക്ക് പോകണമെന്നുള്ള മാർഗം കൂടെ കാണിച്ചു കൊടുക്കണ്ടേ? ഏത് സഭയിൽ പോകണം? തീർച്ചയായിട്ടും നമ്മളുടെ അടുക്കൽ രക്ഷയിലേക്ക് വരുന്ന ആളുകളെ നമുക്ക് മിനിമം ബോധ്യമുള്ള നല്ല കൈകളിൽ നമ്മൾ എത്തിക്കാറുണ്ട്. ഒരു കൾട്ടുകളിൽ പോയി പെടാതെ ഒരു നല്ല കൈകളിൽ എത്തിക്കാറുണ്ട്. പിന്നെ ഒരു വിഷമം നമ്മൾ പരസ്യമായി സമ്മതിക്കേണ്ടി വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ ചർച്ചുകളിൽ മത്തായും മർക്കോസും ലൂക്കോസും യോഹനാനും വിട്ട് അപ്പുറത്തോട്ട് പോകുന്നില്ലെന്നുള്ളതൊരു വിഷമമാണ്. ഇവർ തന്നെയും പിന്നെയും മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ, രക്തസ്രാവക്കാരിയെ വിടുവിച്ച ദൈവം, നയ്യൻ്റെ പട്ടണത്തിൽ വിധവയെ ഉയർപ്പിച്ച ദൈവം, കാണാതെ പോയ ദ്രഹ്മ കണ്ടുപിടിച്ച ദൈവം എന്ന് പറഞ്ഞ് വിറപ്പിക്കുക. ഇതിൻ്റെ അപ്പുറത്ത് ലേഖനങ്ങളെന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഈ ലേഖനങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ് പ്യൂരിഫൈയിലേക്ക് നടത്തപ്പെടുന്നത്. ക്ലിയറായ ഉപദേശം, ക്ലിയറായ ജീവിതം, ഇതെല്ലാം അവിടെ കിടക്കുക. പകല് സമയത്തെന്ന പോലെ നാം ജീവിക്കണമെന്ന് പറയുന്ന പഠനം അവിടെ കിടക്കുക. ഈ പഠനം പലപ്പോഴും ഈ വിശ്വാസികൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ശരിയായത് എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ വിമർശനം കൊണ്ട് സഭയ്ക്ക് ഗുണമാണ് ഉണ്ടാകുന്നതാണ് പാസ്റ്റർ? വിമർശനം കൊണ്ട് എന്ത് ഗുണം എന്നുള്ളതിന് ഒറ്റ വാക്കി പറഞ്ഞാൽ, പുതിയ വിശ്വാസികൾ തെറ്റിപ്പോകാതിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ചൊരു വിമർശന വീഡിയോ ഞാൻ ഇട്ടു. വീഡിയോയിൽ ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം പഠിപ്പിക്കുന്ന പഠനങ്ങൾ ബൈബിൾ പ്രകാരം തെറ്റാണെന്ന് വാക്യ വചന സഹിതം പ്രൂഫ് ചെയ്ത്
ഞാൻ പഠിപ്പിച്ചു എൻ്റെ ചാനലിൽ. അതെന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ചാനലിൽ പഠിപ്പിക്കും. ഇത് കഴിയുമ്പോൾ ഒരു കുടുംബം കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ അടുത്ത ആഴ്ച ഈ പറഞ്ഞ വ്യക്തി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുക്കൽ 3 ദിവസത്തെ മീറ്റിങ്ങിന് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ പോകണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ പോലെ പാസ്റ്റർ മെസ്സേജ് ഞങ്ങൾ കാണുന്നത്, കർത്താവേ ഞങ്ങൾ ഈ ചതിപ്പെടാതെ രക്ഷപ്പെട്ടു. നമ്മൾ ഇത്രേ ആശിക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ജംഗ്ഷനിൽ ഒരു പെട്രോൾ പമ്പിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ ഒരുത്തം കൊട്ടുപടിയോ ചുറ്റികയായിട്ട് നിൽക്കുക, ഒരു റിപ്പർ വരുന്ന ആളുകളുടെ എല്ലാം തലമണ്ടക്കെട്ട് അടിച്ച് കൊല്ലുക എന്ന് ഒരുത്തം നിൽക്കുക. അപ്പം നമ്മൾ ഇത് പബ്ലിക്കിനോട് വിളിച്ചിട്ട് നിങ്ങൾ ആരും ഇന്ന പമ്പിൻ്റെ അടുത്തുകൂടെ പോകുമ്പം ഒരുത്തം വന്ന് മുട്ടിയാൽ നിർത്തരുത്, അവൻ ഗ്ലാസ് തുറക്കരുത്, തുറന്നാൽ അവൻ തലക്കടിക്കും ചത്തു പോകുമെന്ന് പറയേണ്ടതിന് പകരം നമ്മൾ ഈ റിപ്പറും കൊണ്ട് നിൽക്കുന്നവനെ വിളിച്ചിട്ട് നമ്മൾ പറയാം, ബ്രദറെ ചുറ്റിയൊക്കെ അടിക്കുന്ന മോശമല്ലേ സൗരൻ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണോ ചെയ്യേണ്ടത്? നമ്മൾ അവൻ്റെ ജോലി ഇത് അടിച്ചു കൊല്ലുക എന്നുള്ളതാണ്. അവൻ ഇനി നന്നാവുമെന്നുള്ള ധാരണ നമ്മുടെ മിഥ്യാധാരണയാണ്. പക്ഷെ അവൻ്റെ പിടിയിൽ പെടാതെ ഒരു കൂട്ടത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇതാണ് നമ്മൾ വിമർശനം കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വരുന്നവരെ ഉപദേശം നന്നായി പഠിപ്പിക്കുക എന്നൊരു വ്യക്തിയാണ്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ അറിവിലോ നമ്മുടെ കരങ്ങളിലോ വരുന്നവരെ ഇത്തരം വ്യാജങ്ങളിൽ, കള്ളപ്രവചനങ്ങളിൽ, രോഗശാന്തി തട്ടിപ്പുകൾ, ഇതൊക്കെ ഇവിടെ പ്രൂഫായിട്ട് നടക്കുന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളിൽ പോയി വീണിട്ട് ഇവർ ഹൃദയം കഠിനമായി തിരിച്ചു പോകാതെ ഇരിക്കാൻ നമ്മൾ പരമാവധി അവരെ ശരിയായ കൈകളിലേക്ക് എത്തിക്കുക ശ്രമിക്കുന്നുണ്ടാവുന്നിടത്തോളം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റിനോട് ചോദിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാൻ. ഈ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പരസ്യ പ്രഘോഷണം നടത്തി. ഈ പരസ്യ പ്രഘോഷണം നടത്തി രക്ഷയിലേക്ക് ആളുകളെ ആഹ്വാനം ചെയ്യുകയും അതുപോലെ തന്നെ ബോധവൽക്കരണം കൂടെ നടത്തി. അതെ, ഇന്ന് ഒത്തിരി ചെറുപ്പക്കാരൊക്കെ മദ്യമയക്കുമരുന്നിന് അടിമപ്പെട്ട് കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, കുറ്റകൃത്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയും കൂടെ പാസ്റ്റർ ബോധവൽക്കരണം നടത്തുന്നു. സഭയിൽ ഉപദേശപരമായിട്ട് ബോധവൽക്കരണം നടത്തുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തെയും കൂടെ പാസ്റ്റർ ബോധവൽക്കരണം തരുന്നു. അപ്പോൾ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബോധവൽക്കരണം നടത്തുകയും ഈ രക്ഷാ സന്ദേശം പകർന്നതിനെ കുറിച്ച് ഒരു അനുഭവം കൂടെ ഒന്ന് പങ്കുവയ്ക്കാം. അത് ഒരിക്കൽ, അതായത് ഇപ്പം ഇത് 7ാമത്തെ കേരള യാത്രയാണ്. ഇതിന് 7 വർഷങ്ങൾക്ക് മുമ്പ്, 8 വർഷം, 1 വർഷം കൊറോണ കാലത്ത് നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് 8 വർഷങ്ങൾക്കപ്പുറത്ത് ഹൃദയത്തിൽ വന്നൊരു ചിന്തയാണ്, ഈ തന്നെയും പിന്നെയും ചർച്ചുകളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സാക്ഷ്യം പറയാനും ഉപവാസ പ്രാർത്ഥനയ്ക്കും ഒക്കെ ആയിരുന്നു സ്ഥിരം. അപ്പോൾ ഉള്ളിൽ ഇങ്ങനൊരു ചിന്ത പോകും, കർത്താവ് ഇത് അറിയാത്ത കുറേ ആളുകൾ കിടക്കുകയല്ലേ, അറിയാത്ത ആളുകൾ. അപ്പോൾ ഈ അറിയാത്തവരോട് പോയി പറയണ്ടേ? അപ്പം അങ്ങനെ പറയാൻ ഒരു ആശ ഉള്ളിൽ തോന്നി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തന്നൊരു നിയോഗമാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുക. പക്ഷെ അതിന് ഒരു ഭൗതികമായ അടിസ്ഥാനമൊന്നും ആ കാലത്തില്ല. അപ്പം അന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു 2 വീലറാണ് ബൈക്ക്. ആ ബൈക്ക് വിറ്റിട്ട് ചാടി ഇറങ്ങി ബൈക്ക് വിറ്റ പൈസയും പോക്കറ്റ് വെച്ചുകൊണ്ട് തുടങ്ങിയാണ് 1ാമത്തെ കേരള യാത്ര. പക്ഷെ അത് കാസർഗോഡ് അവസാനിക്കുമ്പോൾ 1 രൂപ പോലും ബാധ്യത വരാതെ അത്ഭുതകരമായിട്ട് ദൈവം നടത്തി. ദൈവമക്കളിലൂടെ നടത്തിയെന്ന് തന്നെയാണ്. അതല്ലാതെ നമുക്ക് വേറെ ഇടവഴികളും കുറുക്ക് വഴിയൊന്നുമില്ല. ദൈവമക്കളിലൂടെ ദൈവം അത് അനുഗ്രഹമായിട്ട് നടത്തി. അപ്പോൾ നമുക്ക് ആവേശമുണ്ടായി. അപ്പോൾ അങ്ങനെ തുടർച്ചയായി ഈ 7 വർഷവും സഞ്ചരിച്ച് സുവിശേഷം അറിയിപ്പാനായിട്ട് കർത്താവ് നമുക്ക് അവസരം തന്നു. അപ്പോൾ അത് വലിയൊരു സന്തോഷം. അത് നമ്മുടെ കൂടെ ഒരു യാത്രയിൽ പങ്കെടുത്ത് കഴിയുന്ന ആളുകൾക്ക് അതിൻ്റെ സന്തോഷം മനസ്സിലാവും. പക്ഷെ അത്ര ഈസി അല്ല. പൊടിയും പുകയും ഒക്കെ സഹിക്കുക, ചീത്തവിളി കേൾക്കുക, ചിലയിടത്ത് തല്ല് കൊള്ളേണ്ട സാഹചര്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു പദം ദൈവദാസൻ പറഞ്ഞ പോലെ ഈ മദ്യം, മയക്കുമരുന്ന് ബോധവൽക്കരണം എന്ന് പറഞ്ഞൊരു സാധനം കൂടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കുറച്ച് നല്ല ഗുണം തരുന്നുണ്ട്. അതിൻ്റെ കാരണം സുവിശേഷം ഇഷ്ടപ്പെടാത്ത ആളുകളുടെ നടുവിലൊക്കെ ഞങ്ങൾ ഈ യാത്രകളുമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ അഡിക്റ്റായി പോകുന്നതും അത് നിമിത്തം ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പം നല്ല സ്വീകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സുവിശേഷം ആഡ് ചെയ്താണ് ഇത് അവസാനിപ്പിക്കുന്നതെങ്കിലും അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ വരെ ഇത്തരം സന്ദേശങ്ങൾ നിങ്ങൾ ഇനിയും ശക്തമായിട്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവരാരും വിശ്വാസികളല്ല. പിന്നെ പരസ്യമായ ഹൈവേയിൽ, പരസ്യമായ റോഡിൽ ആളുകൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുവാൻ വരുന്നു. ഒരു നാണവുമില്ലാതെ അവർ പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ, അതൊന്നും നമുക്കൊരു വലിയ ക്രൂസൈഡിൻ്റെ അനുഭവത്തിൽ പോലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ കേരളം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ കേരളത്തിൽ ഇനി സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്.
പക്ഷെ എനിക്ക് അത് കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ്. കാരണം കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? ഒരു ക്രൈസ്തവ പട്ടണം എന്നല്ലേ? കോട്ടയം ജില്ലയിലെ പുഞ്ചവയൽ എന്ന് പറയുന്ന ആ ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ ഇതുപോലൊരു കേരള യാത്രയിൽ പോയപ്പം അവിടെ ഞങ്ങൾ ഒരു വീട്ടുമുറ്റത്തൊരു മുറ്റം കൺവെൻഷൻ വൈകിട്ട് നടത്തിയപ്പോൾ കുറച്ച് ആളുകൾ പായും തലയണയൊക്കെ ആയിട്ട് വന്ന് അവിടെ പാവിരിച്ചേച്ച് തലയണയൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുക പാട്ട് കേൾക്കാൻ. അപ്പോൾ നമ്മൾ പാസ്റ്ററോട് ചോദിച്ചു ഇതെന്താ സംഗതി. അപ്പം അവർ പാസ്റ്റർ പറഞ്ഞത് ഇവിടെ ഒന്നും അങ്ങനെ ഒരു സുവിശേഷ യോഗോ സംഗതി നടന്നിട്ടില്ല, അവിടെ ഒന്നും ഒരു ചർച്ചയുമില്ല അന്ന്, ഇപ്പോഴത്തെ കാര്യമല്ല അന്ന്. അപ്പം അവർ ഉത്സവത്തിന് അമ്പലപ്പറമ്പ് ഗാനമേളയ്ക്ക് പോകുന്ന ലാഘവത്തോടെ ഒരു പാട്ട് കേൾക്കാൻ വന്നിരിക്കാം. അപ്പം അത് നമുക്കൊരു വ്യത്യസ്ത അനുഭവമാണ്. ഇതുപോലെ തീരദേശത്തിൻ്റെ മേഖല ഇന്നും ഒരു ചർച്ചില്ലാത്ത, ഒരു പയനിയർ വർക്ക് പോലും ഇല്ലാത്ത എത്ര ഏരിയ ഞങ്ങൾ കാണിച്ചു തരാം. കാസർഗോഡ് ഞങ്ങൾ ഒരു യാത്രയിൽ ചെന്നപ്പോൾ പാട്ട് പോലും ഇടാൻ പറ്റത്തില്ല, കാരണം ഇവിടെ നിങ്ങളുടെ ആളുകൾ ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓടിച്ചു വിട്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ ഇന്നും സുവിശേഷം എന്താണെന്നറിയാത്ത ആളുകളുണ്ട് എന്നുള്ളത് കൂടെ ഈ പറയുന്ന ചേട്ടന്മാരെ അറിയണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കർത്താവദാസൻ ഷമീർ കൊല്ലമാണ്. സഭകളിലേക്ക് രക്ഷിക്കപ്പെട്ടു വരുന്നവരെ ശക്തമായ ഉപദേശം പഠിപ്പിക്കുക മാത്രമല്ല, പൊതു ഇടങ്ങളിൽ നിന്നുകൊണ്ട് ശക്തമായി സുവിശേഷ പ്രസംഗം നടത്തുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തൊരു കർത്താവിൻ്റെ ദാസനാണ്. ദൈവം ധാരാളമായിട്ട് തന്നെ അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേക വേദികളിലും അനേക പൊതുസ്ഥലങ്ങളിലും തന്നെയും തൻ്റെ ടീമിനെയും ഉപയോഗിക്കട്ടെ. ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിന് ഞങ്ങളുടെ പ്രത്യേകമായ സ്നേഹം, നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇമ്മാനുവേൽ മിഷൻ ചാനലിനോട് പ്രത്യേകാൽ സിയോൻ സഞ്ചാരി എന്ന് പറയുന്ന ഈ ഒരു ആത്മീയ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ സഞ്ചാരിയാകാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഞ്ചാരപഥം കർത്താവിൻ്റെ വരവ് വരെയും ശക്തമായി തുടരട്ടെ. നല്ല പോരാളികളായ സഞ്ചാരികളെ ഈ സീറ്റിൽ ഇരുത്തുവാനുള്ള അവസരം ദൈവം ഈ ഇമ്മാനുവേൽ മിഷൻ ടീമിനും തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. സിയോൻ സഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡ്